പഞ്ചിട്ട് കുട്ടി എന്തോ പോലെയായി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഞാൻ നേരെ അടിമറിച്ചിട്ട് പഞ്ച് എനിക്ക് ബിരിയാണി നെയ്ച്ചോറിക്കട്ട എല്ലാ സാധനങ്ങളും വേണം. അപ്പം ഞാൻ അടിച്ചങ്ങ് വെയിറ്റ് കൂടും. അങ്ങനെ വെയിറ്റൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ വെയിറ്റ് കുറക്കലും കൂടിയാണ് ഇപ്പോഴത്തെയും. പിന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലത്തെ സൂറൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ മോർണിംഗ് ക്ലാസ്സിനായിരുന്നു. മോർണിംഗ് ക്ലാസ് എനിക്ക് മാത്രമേ മോർണിംഗ് ഉള്ളൂ. ഞാൻ എടുക്കുന്ന കുട്ടിയാണ് കാനഡയില്ല. ആ കുട്ടിക്ക് രാത്രി ഒരു കുഴപ്പമില്ല. എനിക്ക് മാത്രം ആ പകുതി ഉറക്കത്തുണ്ടാവാം. പിന്നെ ക്ലീനിങ് ആയിരുന്നു. ഫുൾ ക്ലീനൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരത്തെ ട്യൂഷനും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇഫ്താറിൻ്റെ ടൈമായി. ഇഫ്താറിന് എനിക്ക് മാത്രം ഷേക്ക് അടിക്കണം എന്ന് പറഞ്ഞ് വെച്ച സാധനമാണിത്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ എയർ ഫ്രയറിലാണ് കുക്കിങ്ങൊക്കെ. അപ്പോൾ ഫുൾ ഹെൽത്തി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബർഗർ പാറ്റി വെച്ചിട്ട് ബർഗറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊന്നും എടുക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഏകദേശം കഴിച്ചത്. പിന്നെ അതിന് ശേഷം ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് നെയ്ച്ചോറ്, ചിക്കൻ പൊരിച്ച്, ചിക്കൻ കറി, മുട്ട, പിന്നെ കുറച്ച് തൈരും കൂടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.